118 സങ്കീർത്തനം. മനസ്സിലായോ? എന്താണ് ഇതിൽ പറയുന്നതെല്ലാം? കർത്താവിൻ്റെ കരുണയും, പിന്നെ എന്താ പറയുന്നത്? കർത്താവിൻ്റെ നീതിയും, പിന്നെ എന്താ പറയുന്നത്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അതേത് കല്ലാണത്? അതാരാണത്? കണ്ടോ? ഇൻസിഡൻ്റലി നമ്മളുടെ ഈ ധ്യാനത്തിന് യോജിച്ച തരത്തിലായിരുന്നു എല്ലാ ദിവസത്തെ വായനകളും സുവിശേഷവും എല്ലാം, ഇല്ലേ? എന്തോ ഒരു പ്രോവിഡൻഷ്യലാണില്ലേ? ഈ മൂലക്കല്ലല്ലേ ഇന്നലെ മിനിയാന്ന് നമ്മൾ വായിച്ചത്? ഇന്നലെ മിനിയാന്നത്തെ സുവിശേഷം ആയിരുന്നു. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചു, ഒരു മനുഷ്യൻ മൂലമുള്ള പാപം മൂലം ഉണ്ടായ തിന്മയെ തീർക്കാൻ ഒരു മനുഷ്യൻ മൂലമുള്ള നീതി, അതെല്ലാം. അതുപോലെ ഇന്നത്തെ വായനകളെല്ലാം. അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് എനിക്ക് ഈ കരുണയെയും നീതിയെയും കുറിച്ചുള്ള, കരുണയും നീതിയും അഗ്രാഹ്യവും അനന്തവുമാണ്, അതൊക്കെയല്ലേ ഇവിടെ പറയുന്നത്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്നും അവിടുത്തെ കാരുണ്യം അനന്തമാണെന്നും എല്ലാം. അതാണ് നിങ്ങളുടെ സപ്രായിൽ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ അല്ല, നമ്മുടെ. അനന്തവും അഗ്രാഹ്യവും. ആ അഗ്രാഹ്യം എന്ന് പറയുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ കർത്താവിന്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരുക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പ്രത്യേകം മ്യൂസീഷ്യനോട് പറഞ്ഞിട്ട് ഇത് പാടാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞിട്ടാണ് അത് പാടിയത്. ഇത് മാത്രം നിങ്ങളുടെ ഇവിടെയൊക്കെ പാടുണ്ടാവുമായിരിക്കില്ലേ? ഇവിടെ മുഴുവൻ കുർബാനയാണല്ലോ. എല്ലാ ദിവസവും പാടാറുണ്ടോ? രണ്ടെണ്ണം കണ്ടോ? ആ നീതിയുടെ വാതിൽ പാടാറില്ല. അതാണ് ഏറ്റവും പ്രധാന വാതിൽ. ഈ കുർബാനയിലെ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്താണ്? നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. പാപികളെ വരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ, കരുണാമയന കർത്താവേ, നിൻ സവിധേവം അനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. ഇത് ചങ്ങനാശ്ശേരിയിൽ പോലും പാടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തിലെ കാര്യം ഓർക്കണ്ടോ? മാറി മാറി പാടും എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരെണ്ണം പാടായിരുന്നുകൊണ്ട് ആ ഒരു സ്റ്റാൻസും കൂടി പാടുന്നതിന് എന്താ നഷ്ടം വരണത് പറയും? നമ്മളതാണ് ഇത്രയും വിസ്മരണീയമായ കാര്യങ്ങളെ അത് മനസ്സിലാക്കാതെ നമ്മുടെ മാനുഷിക ബോധ്യങ്ങൾ അനുസരിച്ച് ഇങ്ങനെ മുറിക്കുക. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്
ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വാസ്തവത്തിൽ സത്യം പറയുകയാണെങ്കിൽ ഈ സങ്കീർത്തനങ്ങളിൽ പഠിച്ചപ്പോഴാണ്, പഠിക്കുക മാത്രമല്ല അതിങ്ങനെ പാടിയപ്പോഴാണ് സങ്കീർത്തനങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിസ്മയനീയത മുഴുവനും ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ അലയടിക്കാനും, അപ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉള്ള അഗ്രാഹ്യമായ കാര്യം വിസ്മയനീയമാണെന്നും വിസ്മയനീയമായിട്ടുള്ളത് നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം. അങ്ങനെയാണ് ജ്ഞാനത്തിലേക്ക് എനിക്ക് കൂടുതൽ എന്താ പറയുക, ഒരു ആവേശത്തോടെ പ്രാർത്ഥിക്കാൻ ഉള്ള കാരണമുണ്ടായത്. അങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി ആണിത് നമ്മുടെ വിസ്മയാവഹമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായതും ഒന്നൊരു പടി, ഇതു കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് ഇവിടെ പറയുന്നത്? എന്ത് പ്രവൃത്തിയെക്കുറിച്ചാണ്? കരുണയും നീതിയും, അതായത് ഈ രക്ഷാകര പദ്ധതി മുഴുവനും, ഈ രക്ഷാകര പദ്ധതിയും നമ്മുടെ രക്ഷയും നമ്മുടെ നീതീകരണവും നമ്മുടെ മഹത്വീകരണവും ആരുടെ പ്രവൃത്തിയാണ്? കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കേട്ടോ, വീണ്ടും വരികയാണ് പത്രോസ് പറയുന്നത്, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു എന്നിട്ട് ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാ? ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്. നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ അധ്വാനിക്കാതെ എന്ത് ചെയ്യണം? കർത്താവിൽ ശരണപ്പെടണം, കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൻ്റെ വിസ്മയനീയത വിശ്വസിച്ചാൽ മതി. അതാണ് അടുത്ത് പറയുന്നത്, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. നിങ്ങൾ നിന്ന് മടുത്തോ? ഞാനിവിടെ നിൽക്കാട്ടോ. ഈ കവാടത്തിനെയാണ് ഈശോ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാനാണ് വാതിൽ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പറയുന്നതെന്നും ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ നീതി. ഐ ആം ദ ഡോർ. ആ വാതിലിലൂടെ കടന്നു വരുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും. നമ്മൾ പ്രസംഗത്തിൽ കേട്ടു, എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്? എന്താണ് പിതാവ് ഈശോയെ ഏൽപ്പിച്ചിരിക്കുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യം അറിയണം, എല്ലാവരും സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടിയാണ് നിന്നെ അയച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വിശാലമായതാണ് ദൈവത്തിൻ്റെ രക്ഷ. അതാണ് പറയുന്നത്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കൈയടിച്ച്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം
രക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു, തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞുമ്പോൾ പടർപ്പിനു പിടിച്ചതി പോലെ അവർ ആളിക്കത്തി. കർത്താവിന്റെ നാമത്തിൽ ഞാനവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ സഹായത്തിനെത്തി. കർത്താവിന്റെ ബലവും എന്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്കു രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. ഇത് കംപ്ലീറ്റ് ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ സംസ്ഥാപിതമായ രക്ഷയും നീതിയെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. എനിക്കിത് പാടുമ്പോൾ മുഴുവനും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ നീതിയുടെ അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ പാടുന്ന മാതിരിയാ തോന്നണേ, ഇല്ലേ? എന്നാൽ ഇത് സംഭവിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നതും യേശുക്രിസ്തുവിലൂടെ ഇത് സംഭവിച്ചു കഴിഞ്ഞ് 2000 വർഷം കഴിഞ്ഞിട്ടും നമ്മൾക്ക് ഈ വിസ്മയനീയത അനാവരണം ചെയ്യപ്പെടുന്നേ ഉള്ളൂ. ഇരിക്കാം. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞാനിങ്ങനെ ചാടണ കണ്ടപ്പോൾ. ഭാര്യയ്ക്ക് ഒരേ ഒരു കംപ്ലൈൻ്റ് ഉള്ളത് ഞാൻ എക്സർസൈസ് ഒന്നും ചെയ്യണില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഒരാശയം വരുന്നത് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് എന്താണ്? ഓക്കെ, ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നും നിലനിൽക്കുന്നു. അപ്പോൾ എത്ര കാലം മുതലാണത്? എന്ന് മുതലാണത്? അനാദി മുതൽ. പ്രൈസ് ദി ലോർഡ്. അനാദി മുതൽ അനന്തത വരെ. അതേ സങ്കീർത്തനം 98 ഒന്ന് നോക്കിയൊന്ന്. അനാദി മുതൽ അനന്തത വരെ ദൈവം ഒരാളാണ്. ദൈവത്തിൻ്റെ കരുണയും ഒന്ന് തന്നെയാണ്. മൈക്കിലോട് പറയേ. 92 അല്ലേ? ഒന്ന് പാടിയത് നമ്മൾ വേറൊരു. അനാദി മുതൽ അനന്തത വരെ തലമുറ തലമുറയായി കർത്താവേ അങ്ങ് ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്കു രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപ് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ബാബുവിന് ഓർമ്മ വരായിരിക്കില്ലേ? ഞങ്ങളുടെ കൂടെ ഒരു പാട്ടുകാരുണ്ടായിരുന്നു, കുരുടനായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ കൂടെ എന്നിട്ട് ഓസ്ട്രിയയിൽ വന്നു. അവിടെ കുറേ നാൾ ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവനാണ് ഓർഗൻ, കുരുടനാണെങ്കിലും ഓർഗൻ വായിക്കും. പാട്ടെല്ലാം ബൈ ഹാർട്ടാണ്, എല്ലാ പാട്ടും ബൈ ഹാർട്ടാണ്. അപ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിക്കാൻ ഇവിടെ ഇന്ത്യയിലെ ഒരു പെണ്ണിനും അവരുടെ ഇഷ്ടമല്ല. എന്താ കുരുടനെ ആര് കല്യാണം കഴിക്കൂലേ? അങ്ങനെ എൻ്റെ കൂടെ യൂറോപ്പിൽ വന്നു. അവിടെ ഞങ്ങൾ ആരാധനാലയങ്ങളൊക്കെ പണിത് പല സ്ഥലത്തും നിത്യാരാധന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് അവനിങ്ങനെ പുറവശത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഒന്ന്
ടോയ്ലറ്റിൽ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. അപ്പോൾ അവനടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അടുത്തിരുന്നൊരു പെണ്ണ് അവനെ കയറി പിടിച്ചു. ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവള് കയ്യിൽ പിടിച്ച ഉടനെ അവന് മനസ്സിലായി, നീയാണ് എൻ്റെ ഭാര്യയാകാനുള്ളത്. അവന് പെണ്ണ് കാണാൻ പറ്റൂലല്ലോ, കണ്ണ് ഇല്ലാതെ. അവൻ പറയാണ്, എൻ്റെ കയ്യിൽ അവൾ പിടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവളാണ് എൻ്റെ ഭാര്യ. അതവൻ പറഞ്ഞൊന്നുമില്ല, അങ്ങനെയൊന്നും എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ സാവധാനം അവളെ കല്യാണം കഴിച്ചു. ഓസ്ട്രിയക്കാരിയായ അവളെ കല്യാണം കഴിച്ചു. ഇപ്പോൾ 3 മക്കൾ ഉണ്ട്. അപ്പോൾ അവൻ ഈ സങ്കീർത്തനങ്ങൾ, ഈ ഒരു സങ്കീർത്തനമായിരുന്നു നമ്മൾ ആദ്യം ട്യൂൺ ചെയ്ത സങ്കീർത്തനം ഇല്ലേ, ആദ്യം. അപ്പം അന്ന് ഇവനാണത് പാടിയത്. അതെൻ്റെ മനസ്സിൽ ഓർപ്പിക്കുകയാണ്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ഇപ്പം അത് പറയുമ്പോൾ ഒന്നും കൂടി അതൊന്നും എടുത്ത് അതിൻ്റെ ആ പർവ്വതങ്ങളിൽ നിന്ന് മുതലുള്ള ഭാഗം 90-ാം സങ്കീർത്തനത്തിൽ അതിലിപ്പോൾ എന്തോ ഒരു വെളിപാട് കർത്താവ് തരുന്നുണ്ട്. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപ് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അതിൻ്റെ അടുത്ത ഇതൊന്നും പടി. മനുഷ്യ മക്കളെ തിരിച്ചു പോകൂ എന്നു ചൊല്ലി ദൈവം മനുഷ്യനെ പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. 1000 വത്സരങ്ങൾ അങ്ങേ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി തൻ യാമം പോലെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്ന ഒരു വചനം. ഇതാണ്, ഓ ഓ ഓ ഓ 3 വചനം വരുന്നുണ്ട്. ആദ്യം വരുന്നത് അനാദി മുതൽ അനന്ത. ആ യുഗാന്ത്യത്തിൽ രാജാവ് വീണ്ടും വരുമ്പോൾ കർത്താവ് അരുളി ചെയ്തു, അല്ലെങ്കിൽ രാജാവ് അരുളി ചെയ്തു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. മത്തായി 25:34. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദേശം നിങ്ങൾ സ്വന്തമാക്കുക. കണ്ടോ, അനാദി മുതലേ അനന്തത വരെ. കണ്ടോ, അനന്തതയിലെ അവസാന യുഗാന്ത്യത്തിൽ പറയുകയാണ് കർത്താവ്. എന്താണ് പറയുന്നത്? യുഗാന്ത്യത്തിൽ നിന്നിട്ടാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ദേശം സ്വന്തമാക്കുവിൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പോൾ ഈ രക്ഷ ആകസ്മികമായിട്ട് പെട്ടെന്ന് യേശുക്രിസ്തുവിലൂടെ ഉണ്ടായൊരു കാര്യമല്ല. ഇത് ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈശോ മത്തായിയുടെ സുവിശേഷം. ഇത് മത്തായിയല്ലേ ഇപ്പോൾ വായിച്ചത്? മത്തായി 13-ാം അധ്യായത്തിൽ ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ 13:35 13:35 13:35 പറയുന്നത് വായിച്ചേ. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ,
ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കുമെന്ന് പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു അത്. ഈശോ ഉപമകളിലൂടെ സംസാരിച്ചതിൻ്റെ ഒരു പക്ഷെ നമ്മൾ നേരത്തെ കേട്ടായിരുന്നല്ലോ. ഇനി പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, എഫേസോസ് 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അതാണ് ഇപ്പൊ നമ്മൾ 90-ാം സങ്കീർത്തനത്തിൽ കേട്ടത്. അനാദി മുതലേ അനന്തത വരെ അവിടുന്നു ദൈവമാണ്. രൂപം നൽകും മുമ്പ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുമ്പ് അനാദി മുതലേ അനന്തത വരെ അവിടുന്നു ദൈവമാണ്. അതൊരു സിംബോളിസമാണ്. അനാദി മുതൽ എന്നുള്ളതിൻ്റെ ഒരു എന്താ പ്രതീകമാണ്. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുമ്പ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുമ്പ് അനാദി മുതലേ അനന്തത വരെ അവിടുന്നു ദൈവമാണ്. നമ്മളിനി വിസ്മരീയതയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു ഇന്നലെയും മിനിയാന്നെല്ലാം നമ്മൾ ചെയ്തത്. നമ്മൾ കേട്ടു ഇപ്പൊ തന്നെ, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹം ആണ്. അപ്പം നമ്മൾ അത്രയ്ക്ക് വിസ്മയാവഹമായ ഒരു കാര്യത്തെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വിസ്മയാവഹത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇതങ്ങ് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കണ്ട. അത്രയ്ക്ക് അഗ്രാഹ്യമായ ഒരു കാര്യമാണ് ഈ രക്ഷ അല്ലെങ്കിൽ കരുണ. അത് ഈ രക്ഷാകര പദ്ധതിക്ക് രൂപം കൊടുത്തത് എപ്പോഴാണ്? പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപ്. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ അത് സിങ്കായില്ലേ? അതാണ് ലോകസ്ഥാപനത്തിന് മുൻപ് എന്ന് ഈശോ പല പ്രാവശ്യം പറഞ്ഞത്, പൗലോസ്ലീഹയും പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുമ്പ്. അപ്പം ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ രക്ഷാകര പദ്ധതി മനുഷ്യൻ്റെ പതനവും ആ പതനത്തിന് ശേഷമുള്ള ഉയർച്ചയും എല്ലാം ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് നോക്കിക്കണ്ടു. അതാണ് 90-ാം സങ്കീർത്തനത്തിന്റെ അടുത്തത്. മനുഷ്യ മക്കളെ തിരിച്ചു പോകൂ എന്ന് ചൊല്ലി ദൈവം മനുഷ്യനെ പൊടിയിലേക്കു മടക്കി അയക്കുന്നു. അടുത്ത വാക്കൊന്ന് പാടി. എന്തിനാണ് അവനെ തൊടിയിലേക്ക് മടക്കി അയക്കണേ? 1000 വത്സരങ്ങൾ അങ്ങേ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി തൻ യാമം പോലെ. തുടർന്ന് എന്നിട്ട് നോക്കി പാടി.
അത് ശരിക്കും മാച്ചാവില്ല. നമ്മളത് മുഴുവനും കറക്റ്റായിട്ടല്ല. അന്ന് നമ്മൾ ഈ വാക്കുകളൊക്കെ ഇച്ചിരി മാറ്റിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത് സംഗീതം. പിന്നെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു വാക്കും മാറ്റാതെ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ അതിന് ശേഷമുള്ളതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചാൽ മതി. എന്നാൽ അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ പൊടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അവനെ പൊടിയിൽ നിന്നാണല്ലോ ഉണ്ടാക്കിയത്, ഇല്ലേ? പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യനെ പൊടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ്? അവനെ ഇനി പൊടിയാക്കാതെ അവൻ്റെ ജീവിതത്തിന് അനന്തത കൊടുക്കുന്നതിന്, അവൻ അമർത്യമായ ഒരു ശരീരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വിഭൂതി ബുധനാഴ്ച അല്ലെങ്കിൽ ആ എന്താണ് ചാരബുധന ആഷ് വെനസ്ഡേക്ക് തലയിൽ ചാരം പൂശുന്ന സമയത്ത് എന്താ പറഞ്ഞേ? ഇപ്പം അങ്ങനെയായി. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ആ വിഭൂതി ദിവസം ചാരം പൂശുന്ന സമയത്ത് അച്ഛനിങ്ങനെ ചാരം തലയിൽ പൂശിയിട്ട് പറയും, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് പരിചയമുള്ള അച്ഛന്മാരാണെങ്കിൽ ഞാൻ ആ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, തിരിച്ചു പോയിട്ടേ ഈസ്റ്റർ ദിവസം ഞാൻ മണ്ണിൽ നിന്ന് വീണ്ടും തിരിച്ചു വരൂട്ടോ അച്ചോ എന്ന് പറയും. അതാണ് അതിൻ്റെ അർത്ഥം. നീ മണ്ണിലേക്ക് തിരിച്ചു പോകൂ. എന്തിനാണ് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നത്? അതാണ് അവനോട് പറയുന്നത്, നീ ഇനി മണ്ണിൽ പോയി അധ്വാനിച്ച് നിന്റെ നെറ്റിയിൽ വേർപ്പ് കൊണ്ട് തേടാൻ പറയണം. അതിൻ്റെ അർത്ഥം നീ വീണ്ടും തിരിച്ചു വരണം. ആരായിട്ട് തിരിച്ചു വരും? ഇനി ഒരിക്കലും നിന്നെ മണ്ണിലേക്ക് അയക്കാൻ പറ്റാത്ത രീതിയിൽ മണ്ണിൽ നിന്നല്ലാത്ത വിണ്ണിൽ നിന്നുള്ള ഒരുവനായി നീ തിരിച്ചു വരും. അതുപോലെ ശക്തിയോടെ വരും. എന്താണ് ആ ശക്തി? ഉയർപ്പിന്റെ ശക്തി. ഞാൻ വിണ്ണിൽ നിന്ന് വന്ന ഈ അപ്പം നീ ഭക്ഷിച്ചു കഴിയുമ്പോൾ നിന്നിലുള്ള മണ്ണും വിണ്ണായി മാറും. ഇനി നീ മണ്ണിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. മനുഷ്യ മക്കളെ തിരിച്ചു പോകൂ എന്നു ചൊല്ലി ദൈവം മനുഷ്യനെ പൊടിയിലേക്കു മടക്കി അയക്കുന്നു. 1000 വത്സരങ്ങൾ അങ്ങേ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി തൻ യാമം പോലെ. ദൈവത്തെ സംബന്ധിച്ച് ഈ യുഗാന്ത്യം എന്നൊക്കെ പറഞ്ഞാൽ നിസാരമാണ്. 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. ഈ മനുഷ്യരെല്ലാവരെയും മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത ഈ മനുഷ്യരെ മണ്ണിലേക്ക് തിരിച്ചു വിളിക്കുന്നത് അവനെ എന്താക്കാൻ വേണ്ടിയാണ്? വിണ്ണ് സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ,
സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം നിത്യം എന്ന് പറഞ്ഞാൽ അനാദി മുതലേ അനന്തത വരെ. ഓരോ മനുഷ്യ വ്യക്തിയെയും അനാദിയിലെ ദൈവം കണ്ടിട്ടുള്ളതാണ്. അതിലെ പൗലോസ് പറഞ്ഞ നമ്മളെല്ലാവരും ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ട് അബ്രാഹത്തിനോട് പറഞ്ഞത്, ആ നക്ഷത്രങ്ങളെ നീ കണ്ടോ? നമ്മൾ ആ നക്ഷത്രത്തിൽ ഒരാളായിരുന്നു. പക്ഷേ അപ്പോഴും മാത്രമല്ല ദൈവം നമ്മളെ കണ്ടത്. ദൈവം നമ്മൾ എന്നേ കണ്ടിരിക്കുന്നു? പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപേ ദൈവം ഓരോ കന്യാസ്ത്രീയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പള്ളി പറഞ്ഞാൽ മതി, പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാലോ അല്ലേ? നടക്കണ കാര്യമൊന്നല്ല എന്നാണ് അതിൻ്റെ. അതെൻ്റെ ഉള്ളിലിങ്ങനെ വീണ്ടും അലയടിക്കുകയാണ്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന്. ഓക്കെ, നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ്റെ ദൈവമേ, നാളെയാണ് നമ്മുടെ റാസ കുർബാന, നാളെ രാവിലെ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ആ റാസ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് ഈ കുർബാനയെക്കുറിച്ചുള്ള റാസ കുർബാനയെക്കുറിച്ചൊരു വിശദീകരണം തരും. അതൊരു 2 മണിക്കൂറെങ്കിലും എടുക്കും. അത് കഴിഞ്ഞ് റാസ കുർബാന 2-2.5 മണിക്കൂർ എടുക്കും കേട്ടോ. അതൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുമ്പസാരിക്കും. ഇപ്പോൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം ഇതാണ്: ഈ രക്ഷ, ഈ കർത്താവിൻ്റെ കരുണ എന്നു മുതലാണ് ഉണ്ടായത്? ഇപ്പം മനസ്സിലായില്ലേ? എപ്പോൾ മുതലുണ്ടായി? ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ. ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ് ഇതെല്ലാമെങ്കിലും ഇത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദമും ഹവയ്ക്ക് പോലും ഇത് മനസ്സിലാക്കാനുള്ള വരം അന്ന് കൊടുത്തിട്ടുണ്ടായില്ല. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ അങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ സാധാരണ ധ്യാനത്തിലെല്ലാം കുമ്പസാരത്തിന് ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യണത്, ഇല്ലേ? പ്രത്യേകിച്ച് 10 കൽപ്പനകളെ വെച്ചുകൊണ്ട് നമ്മളതിനെ നോക്കുകയാണ് ചെയ്യണത്, ഇല്ലേ? ഇപ്പോൾ ഇവിടെ 75 വയസ്സായ കന്യാസ്ത്രീമാർ എത്ര പേരുണ്ട്? 75 വയസ്സായവർ. 75 വയസ്സ്. 1 2 3. ആ അമ്മേനെ ഒന്ന് തൊട്ടി വിളിച്ചതേ. അവിടെ ഇരിക്കുന്ന ഒരാൾ, പുറയിലിരിക്കുന്ന അമ്മേനെ വിളിച്ചേ. കുമ്പിട്ടിരിക്കുകയാണ്. എത്രയാണ്? 75 80? 75 അല്ലേ? 75 കഴിയുമ്പോൾ ഇച്ചിരി ഉറക്കമൊക്കെ വരും, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. എന്നാലും ഞാൻ ഭാഗ്യമെന്ന് കരുതുന്നു ഈ 75-80 വയസ്സായ അമ്മമാർ ഈ തോമസ് പോളിൻ്റെ ധ്യാനം കൂടാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണം എന്ന് പറയണത് തന്നെ. ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നും ഞാനിത് തമാശയായിട്ട് പറയണതല്ല, വലിയൊരു രഹസ്യം പറയാൻ പോവുക. ഈ 75 വയസ്സായ അമ്മമാർ മഠത്തിൽ ചേർന്നത് എന്നായിരിക്കണം? ഒരു 17 വയസ്സിലേക്ക് അന്ന് മഠത്തിൽ ചേർന്നിട്ടുണ്ടാവും, ഇല്ലേ? 17 വയസ്സിൽ മഠത്തിൽ വന്നു. 17 വയസ്സ് മുതൽ ഈ 75 വയസ്സ് വരെ എല്ലാ വർഷവും ആനുവൽ റിട്രീറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ചിരിക്കാൻ തുടങ്ങാണ് കേട്ടോ. ഈ
അപ്പോൾ ഒരു കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 20 വയസ്സ് കൂട്ടാം. 20 മുതൽ 75 വയസ്സ് വരെ 55 വർഷം ആനുവൽ റിട്രീറ്റ്, വാർഷിക ദാനം കൂടിയതെല്ലാം വാസ്തവത്തിൽ 10 കൽപ്പനകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് കുമ്പസാര കണക്കുണ്ടാക്കി. ഇല്ലേ? ഇങ്ങനെയല്ലേ? അതെ. അതിൽ നിന്നും ഈ 55 വർഷം കൂടിയ ധ്യാനത്തിൽ നിന്നും ഒരു വ്യത്യസ്തമാണോ ഈ ധ്യാനം? അപ്പോൾ ഇത് അവർക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റുമോ? ഇതെന്തോന്ന് ധ്യാനം, ഞങ്ങൾ 55 വർഷമായിട്ട് കൂടിയേക്കണ ധ്യാനം മാതിരി അല്ലല്ലോ ഇതെന്നല്ലേ ആദ്യം ചിന്തിക്കണത്. അയ്യോ, താങ്ക് ഗോഡ്, അങ്ങനെ ഒരു ചിന്തയെ വന്നില്ല. കണ്ടോ, പുതിയ നിയമം പഴയ നിയമത്തിനെ കീഴടക്കി കഴിഞ്ഞിരിക്കണോ? ഈ പുതിയ നിയമം പഴയ നിയമത്തിനെ കീഴടക്കുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിഷമിക്കരുത് കേട്ടോ. നോക്കൂ, പെട്ടെന്ന് ഒന്ന് പറയാം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നാ തോന്നണേ, മാതാവും ഔസേപ്പിതാവും പുതിയ നിയമക്കാരായിരുന്നോ അതേ പഴയ നിയമക്കാരായിരുന്നോ? പഴയ നിയമക്കാരായിരുന്നല്ലോ അവർ, അല്ലേ? ഈ ഔസേപ്പിതാവും മാതാവും യഹൂദരായിരുന്നു. യഹൂദ നിയമം കൃത്യമായിട്ട് പാലിക്കുന്നവരായിരുന്നു അവർ. അങ്ങനെ പാലിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് മാലാഖ് വന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പെണ്ണ് എന്തായിരിക്കണം ചിന്തിക്കേണ്ടത്? ഉടനെ ചിന്തിക്കേണ്ട, അയ്യോ, കൽപ്പനയനുസരിച്ച് ഞാൻ ഗർഭം ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ പുരുഷനോടൊപ്പമല്ല. പക്ഷേ അവളവിടെ നിയമം പറഞ്ഞോ? അവളവിടെ നിയമം പറഞ്ഞില്ല. അവൾ എന്തു പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ ആയിക്കൊള്ളട്ടെ. ഞാൻ കല്യാണം കഴിക്കണേക്ക് മുമ്പ് ഗർഭിണിയാകാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ആൾക്കാർ ഇതറിഞ്ഞാൽ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും. ഞാൻ അങ്ങയുടെ ഹിതത്തിനത് വിട്ടുതരുന്നു. ഇപ്പോ ഇവള് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചോ? ഇനി ഇത് ഔസേപ്പ് മനസ്സിലായി ഇവള് ഗർഭിണിയാണെന്ന്. യഹൂദനാണ് ഔസേപ്പ്, യഹൂദ നിയമം അനുസരിക്കേണ്ടവനാണ് ഔസേപ്പ്. ഔസേപ്പിന് മനസ്സിലായി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വിധത്തിൽ എൻ്റെ ഭാര്യയായി കഴിഞ്ഞു, എന്നാൽ കല്യാണം കഴിച്ചിട്ടില്ല. അവള് ഞാനുമായിട്ട് ശയിക്കുന്നതിന് മുൻപേ ഗർഭിണിയായി കാണപ്പെട്ടിരിക്കണം. ഇതെന്തോ ഒരു വലിയ ഒരു തെറ്റാണ് കൽപ്പന അനുസരിച്ച്. ആണോ അല്ലയോ? ഇവളെ ഇപ്പോ നിയമപ്രകാരം എന്ത് ചെയ്യണം? നിയമപ്രകാരം, മൂശയുടെ നിയമപ്രകാരം അധികാരികളോട് പറയുകയും അധികാരികൾ കർക്കശമായ ആക്ഷൻ എടുക്കുകയും ചെയ്യണം. ആക്ഷനെ കുറിച്ച് നമ്മൾ പറയണ്ട, ഇപ്പം പറയാൻ പോലും നമുക്ക് പേടിയാതെ, ഇല്ലേ? എന്നാൽ ഔസേപ്പ്, ഇവിടെയാണ് ഒരു വചനം പറയണത്, അവൻ നീതിമാനാകയാൽ അവൾ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാൽ മൗനമായി പിൻവാങ്ങാമെന്ന് തീരുമാനിച്ചു. ആ വചനം ഒന്ന് വായിച്ചേ. മത്തായി 1-ാം അധ്യായത്തിൽ 19. മത്തായി 1:19. ഞാൻ എവിടേക്കാ പോണേ? ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ പോയിട്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതേത് നീതിയാണ്? ഇത് പഴയ നിയമത്തിലെ നീതിയാണോ പുതിയ നിയമത്തിലെ നീതിയാണോ? കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഔസേപ്പിലും മാതാവും ഇവരെ ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള
ഒരു ചേഞ്ച് ഓവർ, ഒരു സമാഗമം അല്ലെങ്കിൽ ആ അവസ്ഥയാണ്. ആണോ അല്ലയോ? അവരുടെ ജീവിതത്തിൽ അവർ പഴയ നിയമക്കാരായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ ഈ ദൈവനീതി, ഈ പുതിയ നിയമത്തിൻ്റെ നീതി പഴയ നിയമത്തിൻ്റെ നീതിയിൽ നിന്നും അവരെ ദൈവത്തിൻ്റെ കരുണയാൽ മാറ്റി. ഒരു ചേഞ്ച് ഓവർ, ഒരു ട്രാൻസിഷൻ. ദാറ്റ് ഈസ് ദ വേർഡ്, എ ട്രാൻസിഷൻ. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മൾ ഈ സാധാരണ മനുഷ്യരിൽ രൂപം കൊള്ളണതാണോ? ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ പറയാണ്, പഴയ നിയമവും പുതിയ നിയമത്തിലുമുള്ള ഒരു ന്യൂ എലിമെൻറ്റ് ഇതാണ്. എ ന്യൂ എലിമെൻറ്റ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എപ്പോഴും പറഞ്ഞിരുന്നത് അവൻ്റെ മേൽ ആവസിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു സ്ഥലത്തും അവളുടെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീയുടെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് യഹൂദരുടെ ഒരു സ്വഭാവമാണ്. സ്ത്രീകൾക്കവർ വലിയ പ്രാധാന്യമോ ബഹുമാനമോ കൊടുത്തിരുന്നില്ല എന്നത് ഒരു സൂചന ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആരംഭം മുതലേ ആരിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ് കാണുന്നതെല്ലാം സ്ത്രീകളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ്. കന്യാസ്ത്രീമാർക്ക് സന്തോഷമായോ ഇല്ലയോ? മാലാഖ വന്നിട്ട് പറയാണ്, മറിയമേ നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യെശയ്യാ പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ ഈശോ, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഈശോ പറഞ്ഞു എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. പക്ഷെ അതിനു മുമ്പ് ഒരു സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് കഴിഞ്ഞിട്ടല്ലേ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരണേ. ഈ മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ സ്ത്രീ ഒരു വേറൊരു സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ അവളിലും കയറി പിടിച്ചു പരിശുദ്ധാത്മാവ്. അവളുടെ അഭിവാദനം, മറിയത്തിൻ്റെ അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇനി എലിസബത്തിൽ നോക്കിക്കോ, ഈ ഓൾഡ് ആൻഡ് ന്യൂവിൻ്റെ ട്രാൻസിഷൻ. എലിസബത്തും സക്കറിയായും പഴയ നിയമപ്രകാരമുള്ള നീതി കണിശമായിട്ടും കർക്കശമായിട്ടും പാലിച്ചിരുന്നവരാണല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ. അവർ നീതിമാന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ മോശയുടെ നിയമം അനുസരിച്ചുള്ള നീതി വളരെ ശ്രദ്ധാപൂർവം കാക്കുന്നവരായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കന്യക വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിട്ട് വന്നു കണ്ടാൽ ഈ പഴയ നിയമത്തിലെ നീതി അനുസരിച്ച് എലിസബത്ത് ഇവളോട് എന്ത് പറയണമായിരുന്നു? വീട്ടിൽ കയറ്റുമോ? വീട്ടിൽ പോലും കയറ്റില്ല. ഇപ്പം എവിടെ പോയി ആ നീതി? മറിച്ച് എലിസബത്തിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചപ്പോഴേ ആ പഴയ നിയമ നീതി മാറി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പറയാണ്, ഓ എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇത് സുവിശേഷത്തിലെ വലിയ ഒരു എക്സ്പ്രഷനാണ്. കർത്താവിൻ്റെ അമ്മ എന്ന് വേറെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്തിൻ്റെ ബുദ്ധിയിലുണ്ടായ വല്ല അറിവുകൊണ്ടാണോ ഈ പറഞ്ഞത്? എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പ്രഘോഷിക്കുകയാണ്, അഥവാ വെളിവാക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇപ്പോ എലിസബത്തിലേക്ക്, അപ്പോൾ മറിയത്തിൻ്റെ ഈ വിസിറ്റേഷൻ, മറിയത്തിൻ്റെ എലിസബത്തുമായിട്ടുള്ള ഈ വിസിറ്റേഷൻ, ഇതാണ് മറിയം. റൈറ്റ് സൈഡ്, ഓക്കെ, ലെഫ്റ്റ് സൈഡ് എലിസബത്ത്. മറിയം എലിസബത്തിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പഴയ നിയമത്തിൻ്റെ വക്താക്കളായ എലിസബത്തും സക്കറിയായിലേക്കും പുതിയ നിയമമാകുന്ന മറിയവും
മറിയത്തിൻ്റെ ഗർഭത്തിലുള്ള യേശുവും കടന്നു വന്നു. അവർ ഒരു ട്രാൻസിഷൻ, പഴയ നിയമത്തിലേക്ക് പുതിയ നിയമം കടന്നു വന്നു. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ഏത് നിയമത്തിലാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്? പുതിയ നിയമത്തിലേക്ക്. എ ട്രാൻസിഷൻ. ഈ ഒരു ട്രാൻസിഷൻ, ആ ഒരു ട്രാൻസിഷനെ കുറിച്ചാണ് പഴയ നിയമം മുഴുവനും പ്രതിപാദിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മളുടെ കരിസ്മാറ്റിക് സർക്കിളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ളൊരു വചനമാണിത്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും ഉള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പോൾ നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നത് യേശുവിലൂടെ വരാനിരിക്കുന്ന വിസ്മയനീയമായ ഈ രക്ഷാകര പദ്ധതിയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ച് നിങ്ങളെ ഒരു പുതിയ ജീവിതമാക്കി മാറ്റും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും സങ്കീർത്തനങ്ങളെല്ലാം നമ്മളിപ്പോൾ വായിച്ചപ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്? അങ്ങനെയല്ലേ മനസ്സിലാവുന്നത്? പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. അപ്പോൾ ഈ 2 പോയിന്റ്, ഔസേപ്പും മാതാവും സക്കറിയായും എലിസബത്തും പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഒരു സമാഗമത്തിൽ, ഒരു ട്രാൻസിഷനിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പുതിയ നിയമത്തിൻ്റെ ദൈവനീതി അവരിൽ പൂർണ്ണമായി പ്രസരിക്കുകയും അവർ പഴയ ഉടമ്പടിയിൽ നിന്നും പുതിയ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നു. ഇതിപ്പോൾ എന്തിനാ ഇത് പറയാൻ കാരണമുണ്ടായത്? എനിവേ, കുറേ കഴിയുമ്പോൾ നമ്മൾ ചെന്ന് എത്തുമായിരിക്കും. ദൈവനിധിയെക്കുറിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ, അങ്ങ് തന്നെ എല്ലാം വെളിപ്പെടുത്തണേ. മനുഷ്യ മക്കളെ മടക്കി. ഓക്കെ, നമ്മളിപ്പോൾ പറയാൻ തോന്നുന്നത് പറയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ആർക്കും ഒരു സംശയമോ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് പിന്നീടാകുമ്പോൾ ചെന്ന് മുട്ടിക്കോളും കേട്ടോ. ഇതാണ് ഞാനൊന്നും എൻ്റെ ഉള്ളിൽ മനസ്സിലാക്കിയിട്ടല്ല പറയണേ, അഥവാ ഇതിൻ്റെ ഒരു പ്ലാൻ ഞാൻ ചെയ്തിട്ടല്ല പറയണത്. ഈ കണ്ടോ, ഇപ്പോൾ ഈ സങ്കീർത്തന ഭാഗം എത്ര വർഷം മുമ്പ് നമ്മൾ ട്യൂൺ കൊടുത്തതാണ്. പക്ഷെ ഇപ്പം അതെൻ്റെ ഉള്ളിലിങ്ങനെ വരികയാണ്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന്. അപ്പോൾ നമ്മളെ ചെല്ലുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വിധത്തിൽ ഇങ്ങനെയാണ്. അതായത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ഇപ്പോൾ ഉണ്ടായ ഒന്നല്ല, പുതിയ നിയമത്തിലും ഉണ്ടായ ഒന്നല്ല. അത് ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായതാണെന്നും മനസ്സിലായി. നമ്മൾ സാധാരണ ധ്യാനം കൂടുമ്പോൾ 75 വയസ്സായ അമ്മ സിസ്റ്റർ 55 വർഷമായിട്ട് ഈ കൽപ്പനകൾ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുമ്പസാരിച്ചിരുന്ന അവർ ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ കുമ്പസാരിക്കാൻ പോവുകയാണ്. ഏതുപോലെ? ഔസേപ്പിതാവിനെ പോലെ, സക്കറിയായെ പോലെ, എലിസബത്തിനെ പോലെ.
ഇന്നത്തെ കുമ്പസാരം നമ്മൾ പുതിയ നിയമത്തിൻ്റെ കുമ്പസാരം കൂദാശ പുതിയ നിയമത്തിലാണ്. പക്ഷേ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ കൽപ്പനകൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. പക്ഷെ അത് മാത്രം പോരാ. കൽപ്പനകളോടൊപ്പം കരുണയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചും. അതാണ് പുതിയ നിയമത്തിൻ്റെ മാഗ്ന കാർട്ട. പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ മലയിലെ പ്രസംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനി ചിന്തിക്കാൻ പോവുകയാണ് കുമ്പസാരത്തിന് മുമ്പായിട്ട്. പണിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ പഴയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ആശയത്തിലേക്ക് ഒന്നും കൂടി വരട്ടെ. ഒന്ന് എല്ലാവരും കൈവീശി കാണിച്ച്, കർത്താവേ, ഞങ്ങൾ വെളുപ്പിനൊക്കെ എഴുന്നേറ്റത് കൊണ്ട് ഉറക്കം വരാൻ സാധ്യതയുണ്ടേ, നീ ഞങ്ങളെ താങ്ങി പിടിച്ചേക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എത്ര പേർക്ക് 4 മണിക്ക് എണീക്കാൻ പറ്റി? ഓ എൻ്റെ ദൈവമേ, ഒന്ന് കൈയടിച്ച് കർത്താവേ നന്ദി. ശരിക്കും യേശയ്യ 11:9 വേഗം ആവുന്ന തോന്നണേ. ലോകം മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എന്താ, എല്ലാ കന്യാസ്ത്രീമാരും വെളുപ്പിന് എഴുന്നേറ്റ് ജ്ഞാനം കൊണ്ട് നിറയാൻ പ്രാർത്ഥിച്ചാൽ എളുപ്പം കഴിയും. വേറെ ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. വീട്ടുകാരുടെ കാര്യവും കൊവേന്തയുടെ കാര്യവും മഠത്തിൻ്റെ കാര്യം ഒന്നും പ്രാർത്ഥിക്കരുത്. അതൊക്കെ താനും നടപ്പിച്ചോളും. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം? ജ്ഞാനം. അപ്പം സുപ്പീരിയർമാർക്കൊക്കെ ജ്ഞാനം കിട്ടൂട്ടോ. ജനറൽ കൗൺസിലേഴ്സിനും പിന്നെ എന്തെന്നാ ആർക്കൊക്കെ വേണ്ടത്, ചാപ്റ്റർ മെമ്പേഴ്സിനും ജനറാളമ്മയ്ക്കും എല്ലാവർക്കും ജ്ഞാനം കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ, ആ സ്വർഗരാജ്യത്തിലെ മഹാരാജാവിൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് അങ്ങ് കണക്റ്റ് ആവും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ശരിയാണ് ഈ പറയണത്. ഇത് വാസ്തവമാണ്. ഒരിക്കലൊരു മഠത്തിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു, വെളുപ്പിന്, അപ്പോൾ ഇവിടെ ഒന്നല്ല, നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലമാണ്, വെളുപ്പിന് 3 മണിക്ക് അവിടെ വെള്ളം വരും പൈപ്പ് ലൈനിൽ. അപ്പോൾ വെള്ളം പിടിച്ചു വയ്ക്കണം. 1 മണിക്കൂറേ വെള്ളം വരുള്ളൂ. അപ്പോൾ വെള്ളം പിടിച്ച് എല്ലാ ബക്കറ്റിലും വേറെ ഡബ്ബിലുമൊക്കെ നിറച്ച് വയ്ക്കണം. അപ്പോൾ അതിന് ഓരോ ആഴ്ചയിലും ഓരോ കന്യാസ്ത്രീക്ക് ഡ്യൂട്ടിയാണ്. അവർ 3 മണിക്ക് എണീറ്റ് വെള്ളം പിടിച്ചു വെച്ചോളണം. ഒരു ദിവസം വെള്ളം വന്നു, പക്ഷേ ഈ സിസ്റ്റർ എണീറ്റില്ല. അപ്പോൾ ആ അടുത്ത് കിടന്നിരുന്ന സിസ്റ്ററിന് മനസ്സിലായി ആ സിസ്റ്റർ എണീറ്റില്ല. അവർ ചിന്തിച്ചു, ദൈവമേ, ഇവരെണീറ്റ് വെള്ളം പിടിച്ചു വെച്ചില്ലെങ്കിൽ കക്കൂസിക്ക് പോലും പോകാൻ വെള്ളം ഉണ്ടാവില്ല. പിന്നെ എന്തായിരിക്കും മഠത്തിലെ അവസ്ഥ? 2 ചോയ്സ് ഉണ്ട്. ശരിക്കൊന്ന് പഠിക്കട്ടെ, അവിടെ കിടക്ക്, ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഈ സിസ്റ്റർ അങ്ങനെ ചിന്തിച്ചില്ല. അവരെണീറ്റില്ല. ഇവരെണീറ്റ് പോയി വെള്ളം പിടിച്ചു വെച്ചു എല്ലാത്തിലും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റേ സിസ്റ്റർ ചാടി എഴുന്നേറ്റിട്ട്, അയ്യോ ഞാൻ മറന്നുപോയി, ഉറങ്ങിപ്പോയി, വെള്ളം പിടിക്കാൻ പറ്റില്ല, ആകെ പ്രയാസമായി, ടെൻഷനായി, ആകെ അപ്സെറ്റായി, പാനിക്കായി, ഇപ്പം എന്ത് ചെയ്യും? വെള്ളം നിന്നുപോയി. ആ ഒരു ഭയങ്കര പാനിക്കായപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ എണീറ്റു, ഞാൻ വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. ഒരു സമാധാനം. ഒന്ന് സങ്കല്പിച്ച് നോക്കി ആ സമാധാനത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ക്രിസ്തു തരുന്ന ദൈവരാജ്യത്തിൻ്റെ സമാധാനം. മറ്റൊരാൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന ഒരു സമാധാനം. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ ചെയ്യാനിരുന്നതെല്ലാം ഞാൻ ഏറ്റെടുത്തു, നിങ്ങൾ ചെയ്ത തിന്മയും ഞാൻ ഏറ്റെടുത്തു, നിങ്ങളുടെ ശിക്ഷയും ഞാൻ ഏറ്റെടുത്തു, നിങ്ങളുടെ ശാപവും ഞാൻ ഏറ്റെടുത്തു. നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. പെട്ടെന്ന് അതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ കേട്ടോ. ഈ കൊച്ചുറേസിയുടെയൊക്കെ പുസ്തകത്തിലും ഒക്കെ എഴുതാറുള്ളൊരു കാര്യമാണ്, എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, സിനിമയിലൊക്കെ ഉണ്ടത്. കൊച്ചുറേസി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത്
മദർ സുപ്പീരിയർ ആയിട്ട് വന്നപ്പോൾ അവിടെ ഒരു ഫ്ലവർ വാസ് താഴെ പൊട്ടിക്കിടക്കുന്നത് കണ്ടു. സംതിങ് ലൈക്ക് തരില്ലേ. അപ്പോൾ മദറിന് മനസ്സിലായി, അല്ലെങ്കിൽ സുപ്പീരിയർ തോന്നി ഈ കൊച്ചുരേസിയാണ് ഈ ഫ്ലവർ വാസ് പൊട്ടിച്ചതെന്ന് പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. പണിഷ്മെൻറ്റും കൊടുത്തു എന്ന് വിചാരിച്ചോ, എനിക്ക് മുഴുവൻ അറിഞ്ഞൂടെ, എന്നാലും ഒരു ഭാവനയിൽ കാണുകയാണ്. പണിഷ്മെൻറ്റും കൊടുത്തു. കൊച്ചു ത്രേസ്യ മിണ്ടാതെ ഇതെല്ലാം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സുപ്പീരിയറിന് മനസ്സിലായത് കൊച്ചു ത്രേസ്യ അല്ല ഫ്ലവർ വാസ് പൊട്ടിച്ചത്, വേറെ സിസ്റ്ററാണ്. പണിഷ്മെൻറ്റ് മുഴുവൻ ആരേറ്റെടുത്തു? കൊച്ചു ത്രേസ്യ ഏറ്റെടുത്തു. അപ്പോൾ സുപ്പീരിയർ വന്നിട്ട്, അയ്യോ കൊച്ചു, ഞാൻ നീയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്, ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ അല്ല അങ്ങനെ. സാരമില്ല, അതല്ലേ നമ്മുടെ വിളി. നമ്മുടെ വിളി എന്താണ്? മറ്റൊരാൾ ചെയ്ത തിന്മയും അതിൻ്റെ ശിക്ഷയും ഏറ്റെടുക്കുക എന്നതാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്ന് പറയുന്നതും, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നതും മറ്റുള്ളവരുടെ തെറ്റുകൾ ഈശോ ഏറ്റെടുത്ത് അവരെ അക്വിറ്റഡ്, ദേ ആർ അക്വിറ്റഡ്, അവരെ നീതീകരിച്ചു. അവരുടെ തെറ്റും ശിക്ഷയെല്ലാം ഏറ്റെടുത്തു. ഈ രീതിയിൽ ഇതാണ് സുവിശേഷം. ഇതാണ് സുവിശേഷം. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്. നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏതാണ്ടെല്ലാം, ഇല്ലേ? നമ്മളിങ്ങനെ സാധാരണ ചിന്തിക്കാറുണ്ടോ? കോൾബയുടെ, മാക്സിമിലിയൻ കോൾബേനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? ഇങ്ങനെയുള്ള കുറച്ച് പുണ്യന്മാരൊക്കെ ഇത് ചെയ്തേക്കണ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇതാണ് ഒറിജിനൽ യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം, അല്ലെങ്കിൽ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊരാളുടെ തിന്മ സ്വീകരിക്കുക. ഈ അർത്ഥത്തിൽ പെട്ടെന്ന് ഔസേപ്പ് പിതാവ് വരികയാണ്. ഇപ്പം ഔസേപ്പിന് മനസ്സിലായി ഇവൾ ഗർഭിണിയാണെന്ന് മനസ്സിലായി. എന്തൊക്കെ അയാൾ സ്വീകരിച്ചിട്ടുണ്ടാവണം? ഇപ്പോൾ അവളെ അപമാനിതയാകാൻ എന്തോ ഒരു സ്നേഹമാണെന്ന് ആലോചിച്ച് നോക്കിയത്. അവൾ അപമാനിതയാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഇത് നമ്മൾക്ക് ഇനി ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കും. ഫരിസേയരും നിയമച്ചവരും എന്താ ചെയ്തിരുന്നത്? അപമാനിക്കണം, അങ്ങനെയുള്ളവരെ അപമാനിക്കണം, ഉടനെ ഫോൺ വിളിച്ച് അവിടെ ഇവിടെയൊക്കെ പറയണം, 2 കിട്ടണം അവർക്ക്. ഇത് കേട്ട് കുറച്ച് പേര് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിക്കോ, കേൾക്കാതിരിക്കാൻ നല്ലത്. തിരിച്ചുകൂല്ലാത്ത കാര്യം ഇപ്പം പറഞ്ഞതില്ലേ? ആണോ? സാധാരണ നമ്മുടെ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റർമാരുടെ അടുത്തൊക്കെ ഫോണാണുള്ളത്, ഉടനെ ലോക്കൽ സുപ്പീരിയർ അറിയണേക്ക് മുമ്പ് ജനറൽ സുപ്പീരിയർ അറിഞ്ഞു കഴിയും. പിന്നെ അവിടെ നിന്ന് വിളി വരുമ്പോഴാണ് മദർ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. ഇവിടുത്തെ ലോക്കൽ സുപ്പീരിയറിന് അറിഞ്ഞിട്ട് അതിനെ വെട്ടി അങ്ങോട്ടേക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ കാര്യം. എന്നോട് ക്ഷമിക്കണേട്ടോ ഇങ്ങനെയൊക്കെ പറയണത്, ഒരു ചിരി തമാശയൊക്കെ വേണ്ടേ? എല്ലാം 2 ഫോണാണ്, നാഷണൽ, ഇൻ്റർനാഷണൽ. ചിലപ്പോൾ ഉടനെ ഫോറിൻ. 5 മിനിറ്റിനകത്ത് സംഭവം ലോകം മുഴുവൻ അറിയും. അതാണ്. എന്നാൽ ഔസേപ്പ് പിതാവിൻ്റെ അടുത്ത് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാളെയും അറിയിക്കണ്ട. എന്തുകൊണ്ട് അറിയിക്കണ്ട? അവള് അപമാനിതയാകണ്ട. ഈ ഒരു വാക്കിനെ നിങ്ങൾ ശരിക്കും മുറുക്കെ പിടിച്ചോ. മറ്റൊരാൾ നമ്മൾ മൂലം അപമാനിതയാകരുത്. വലിയൊരു തത്വമാണത്. അവർ ചെയ്തത് തെറ്റാണെന്നേ,